ശ്രീമന്നാരായണീയം ദശകം 12 വരാഹാവതാരം ശ്ലോകം 10. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. അഭ്യുദ്ധരന്നധരാം ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത ഇവാധിക പീവരാത്മാ ഉദ്ധൂതഘോരസലിലാത് ജലധേരുദഞ്ജൻ ക്രീഡാവരാഹ വപുരീശ്വര പാഹി രോഗാത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഭഗവാൻ സമുദ്രത്തിനടിയിൽ ഹിരണ്യാക്ഷൻ ഒളിപ്പിച്ചു വച്ചിരുന്ന ഭൂമിദേവിയെ കണ്ടുപിടിച്ചു. തൻ്റെ തേറ്റമേല് ഭൂമിദേവിയെ പൊക്കിയെടുത്ത് മുകളിലേക്ക് വരാൻ തുടങ്ങി. ഹേ ക്രീഡാവരാഹവപു ഈശ്വര, അല്ലയോ ക്രീഡാവരാഹമൂർത്തിയായ ഭഗവാനെ. അധ അനന്തരം, അതായത് ഭൂമിയെ തേറ്റമേലെടുത്തതിന് ശേഷം, ധരാം ഭൂമിയെ, അഭ്യുദ്ധരൻ പൊക്കിയെടുത്തിട്ട്. ഇപ്പൊ ഭൂമിയെ ഇവിടെ പൊക്കിയെടുത്ത് തേറ്റമേൽ വെച്ചു. എന്നിട്ട് അതിനെ മേലോട്ടുയർത്തുവാനായിട്ട് ദശനാഗ്രലഗ്ന. അപ്പൊ ഭൂമിദേവി എങ്ങനെയാണ് തേറ്റയുടെ തലപ്പിൽ ഇരിക്കുന്നത് എന്ന് പറയുകയാണ്. ദശന എന്ന് പറഞ്ഞാൽ ആ തേറ്റയുടെ അഗ്രത്തില്, തലപ്പില് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ലഗ്ന പറ്റിപ്പിടിച്ചിരിക്കുന്ന മുസ്താങ്കുരാങ്കിത ഇളം മുത്തങ്ങയോട് കൂടിയവനോ, മുത്തങ്ങയോട് കൂടിയവനോ എന്ന് തോന്നും വണ്ണമുള്ളവനും. അത്ര വലിയ ശരീരമാണ് വരാഹമൂർത്തിയുടെ. ആ വരാഹമൂർത്തിയുടെ തേറ്റമേൽ ഭൂമി ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞു മുത്തങ്ങ ഇരിക്കുന്ന അത്രയും വലിപ്പമേ തോന്നുള്ളൂ. അങ്ങനെ തോന്നും വണ്ണമുള്ളവനും. അധിക പീവര ആത്മ, അധിക ഏറ്റവും പീവര തടിച്ച ആത്മാ ദേഹത്തോടു കൂടിയവനുമായി, ഉദ്ധൂത ഇളക്കപ്പെട്ട, ഘോര സലിലാത് ഭയങ്കര ജലത്തോടു കൂടിയ, ജലധേ സമുദ്രത്തിൽ നിന്ന്, ഉദഞ്ചൻ പൊങ്ങി വരുന്ന, ത്വം നിന്തിരുവടി. ഇവിടെ തേറ്റയുടെ തലപ്പില് ഭൂമിദേവി ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ മുത്തങ്ങയുടെ അത്രയും വലിപ്പത്തിൽ, ഒരു ഇളം മുത്തങ്ങയുടെ വലിപ്പത്തിൽ. നല്ല തടിച്ച ശരീരമാണ് ഭഗവാന്റെ. ആ തടിച്ച ശരീരത്തോടു കൂടി ജലം മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വരുന്ന, ത്വം നിന്തിരുവടി, രോഗത്തിൽ നിന്ന്, മാം പാഹി എന്നെ രക്ഷിക്കണമേ എന്ന് മേൽപ്പത്തൂർ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. വരാഹമൂർത്തിയായിട്ട് അവതരിച്ച ഗുരുവായൂരപ്പ, എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും മാറ്റി രക്ഷിച്ചു തരയണമേ, എന്നെ രക്ഷിക്കണമേ. ദുഃഖമാകുന്ന സമുദ്രത്തിൽ ആണ്ടു മുങ്ങിയിരിക്കുകയാണ് എൻ്റെ ഹൃദയം. അസുഖം മൂലമുള്ള വേദനകളും വിഷമങ്ങളും കൊണ്ട് ശ്രീ ഗുരുവായൂരപ്പ എന്നെയും ഭൂമിദേവിയെ ആ സമുദ്രത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന പോലെ ഈ ശോകസമുദ്രത്തിൽ നിന്ന്, ദുഃഖസമുദ്രത്തിൽ നിന്ന് എന്നെയും ഉദ്ധരിക്കണമേ, ഉയർത്തിക്കൊണ്ടുവരയണമേ എന്നിവിടെ പ്രാർത്ഥനാരൂപത്തിൽ മേൽപ്പത്തൂര് ഭഗവാനോട് പറയുകയാണ്. നമുക്കും പ്രാർത്ഥിക്കാം. ഭഗവാനെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.